മാർച്ച് 12 വിശുദ്ധ സെറാഫിന. വിശുദ്ധ ഫിന എന്ന പേരിലും അറിയപ്പെടുന്ന വിശുദ്ധ സെറാഫിന 1238 ഇറ്റലിയിലെ സാൻ ജിമിഞ്ഞനോയിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ചു. പിതാവ് സെറാഫിനയുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതിനാൽ അമ്മ കൂലിവേല ചെയ്താണ് നിത്യവൃത്തി കഴിച്ചിരുന്നത്. കാഴ്ചയ്ക്ക് സുന്ദരിയായിരുന്ന അവൾ സന്തോഷവതിയും സഹാനുഭൂതിയുമുള്ളവളുമായിരുന്നു. ദരിദ്രയായിരുന്നുവെങ്കിലും അവൾക്ക് ലഭിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ പകുതി വിശക്കുന്നവർക്ക് അവൾ നൽകിയിരുന്നു. 10 വയസ്സുള്ളപ്പോൾ അവൾക്കൊരു അപൂർവ രോഗം പിടിപെട്ടു. കഴുത്തിന് കീഴോട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും തളർന്നു. മുഖം മാത്രമായിരുന്നു അവൾക്ക് സ്വയം ചലിപ്പിക്കുവാൻ സാധിച്ചിരുന്നത്. കിടക്കുവാനായി ലഭിച്ച കിടക്ക അവൾ വേണ്ടെന്ന് വെച്ചു. ഓക്കുമരത്തിൻ്റെ പലകയിലാണ് സെറാഫിന കിടന്നിരുന്നത്. സെറാഫിനയുടെ മുഖസൗന്ദര്യവും ആകർഷകത്വവും നഷ്ടപ്പെടുകയും കാഴ്ചയ്ക്ക് വളരെ വിരൂപയായി തീരുകയും ചെയ്തു. കർത്താവിൻ്റെ കുരിശിലെ സഹനങ്ങളെപ്പോലെ സഹിക്കുവാനുള്ള ആഗ്രഹത്താൽ 5 വർഷം അവൾ ആ മരപ്പലകയിൽ അനങ്ങുവാനും തിരിയുവാനും കഴിയാതെ ഒരേ അവസ്ഥയിൽ തന്നെ കിടന്നു. ജോലി ചെയ്യുവാനും യാചിക്കുവാനുമായി അവളുടെ അമ്മ അവളെ ഒറ്റയ്ക്കാക്കി പോകുമായിരുന്നു. അവൾക്ക് യാതൊരു പരാതിയുമില്ലായിരുന്നു. കഠിനമായ വേദനകൾ സഹിക്കുമ്പോഴും അവൾ തൻ്റെ കണ്ണുകൾ ക്രൂശിത രൂപത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ശാന്തമായി കിടക്കും. അവൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുമായിരുന്നു: എൻ്റെ വേദനകളല്ല യേശുവേ, നിന്നെ കാണുവാനുള്ള ആഗ്രഹമാണ് എന്നെ വേദനിപ്പിക്കുന്നത്. സാൻ ജിമിഞ്ഞാനോയിലെ ജനങ്ങൾക്കെല്ലാം അവൾ പ്രിയങ്കരിയായിരുന്നു. നഗരവാസികൾ കൂടെ അവളെ സന്ദർശിക്കും. സെറാഫിനിയിൽ നിന്ന് കേൾക്കുന്ന ആത്മീയവും മാനസികവുമായ ഉണർവേകുന്ന വാക്കുകൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എല്ലാവരെയും അവൾ മാന്യമായും സ്നേഹത്തോടെയും സ്വീകരിച്ചു. അവളുടെ ഏക ആശ്രയമായിരുന്ന അവളുടെ അമ്മ ഗോവണിയിൽ നിന്നും വീണ് മരിച്ചത് അവളുടെ ദുഃഖം വർദ്ധിപ്പിച്ചു. ബെലിഡിയ എന്ന കൂട്ടുകാരിയായിരുന്നു പിന്നീട് അവൾക്ക് സഹായത്തിനായി ഒപ്പമുണ്ടായിരുന്നത്. കൂട്ടുകാരിയുടെ ഒരു കൈ വൈകല്യം ബാധിച്ചതായിരുന്നു. സാവധാനം അവളുടെ ശരീരം വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞു. അവളുടെ ശരീരം കിടന്നിരുന്ന പലകയോട് ചേർന്നു. പുഴുക്കൾ ശരീരത്തിൽ നിറഞ്ഞു. ആരും അവളെ സന്ദർശിക്കാൻ വരാതെയായി. വലിയ രോഗാവസ്ഥയിലൂടെ കടന്നുപോയ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പായോട് അവൾ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. തൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അവൾ ആ വിശുദ്ധനെ സ്വീകരിച്ചു. കഷ്ടത സഹിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത്. സെറാഫിനയ്ക്ക് 15 വയസ്സായി. അവൾ ഇനി അധികകാലം ജീവിക്കില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരു ദിവസം മഹാനായ വിശുദ്ധ ഗ്രിഗറി സെറാഫിനയുടെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ വിശുദ്ധൻ്റെ തിരുനാൾ ദിവസം മാർച്ച് 12 അവൾ മരിക്കുമെന്ന് അവളെ അറിയിച്ചു. അവൾ വളരെ സന്തോഷവതിയായി ആ ദിവസത്തിനായി കാത്തിരുന്നു. 1253 മാർച്ച് 12 അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി. മരണമടഞ്ഞ ദിവസം തന്നെ ദേവാലയത്തിലെ മണികൾ താനേ മുഴങ്ങി. മരപ്പലകയിൽ നിന്നും അവളുടെ ശരീരം മാറ്റിയപ്പോൾ അതിൽ നിറയെ പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നുവെന്നും അതിൽ നിന്നും അവളുടെ ശരീരത്തിൽ നിന്നും മനോഹരമായ സുഗന്ധം പുറപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. സാൻ ജിമിഞ്ഞാനോ ദേവാലയത്തിൽ അവളുടെ ശരീരം വച്ചിരുന്നപ്പോൾ മൃതദേഹത്തിൽ നിന്നും അവളുടെ ഒരു കൈ ഉയർന്ന് സമീപത്ത് നിന്നിരുന്ന ബെലിഡിയായുടെ വൈകല്യമുള്ള കരത്തിൽ സ്പർശിക്കുകയും അവളുടെ വൈകല്യം നീങ്ങുകയും ചെയ്തു. അവളുടെ സംസ്കാരത്തിന് ശേഷവും ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചു. ശാരീരിക വൈകല്യമുള്ളവരുടെയും തുന്നൽകാരുടെയും പ്രത്യേക മധ്യസ്ഥയാണ് വിശുദ്ധ സെറാഫിന.